കഥയുടെ തുടക്കത്തിൽ കഥാനായികയായ ഹർഷയാണ് കാണിക്കുന്നത്. അവളെ ഒരു ലേഡി കാലുവച്ച് തള്ളിയിടുന്നു. അവളും നേരെ ചെന്ന് വീഴുന്നത് അവിടെയുണ്ടായ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ മേലായിരിക്കും വീഴുക. ആ ലേഡി മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കാനായിട്ട് വേണ്ടി ഇത്രയും കെയർലെസ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നു. അവൾ മെഡിക്കൽ ഫാർമസി വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പോഴേക്കും അവളെ പഠിപ്പിക്കുന്ന ഡോക്ടർ ഗുവും സ്റ്റോർ മാനേജർ വരുന്നു. സ്റ്റോർ മാനേജർ എന്താണ് കാണിച്ചിരിക്കുന്നത്? എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം തന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഡോക്ടർ ഗു സാരമില്ല, അത് വീണ്ടും ജോയിൻ ചെയ്താൽ മതി, കട തുറക്കുന്നതിന് മുന്നേ അത് ശരിയാക്കാനായി പറഞ്ഞ് ഡോക്ടർ ഗു പോവുകയാണ്. അങ്ങനെ അവൾ അത് ശരിയാക്കുമ്പോൾ അത് ശരിയാവാത്തതുകൊണ്ട് തന്നെ ഗ്ലൂ വെച്ചായിരിക്കും ഒട്ടിക്കുക. ഒട്ടിച്ച ശേഷം അവൾ അസ്ഥിക്കൂടത്തെ വെക്കേണ്ട ഇടത്ത് വെച്ചിട്ട് അവൾ പോകുന്നു. എല്ലാവരും പോയതിന് പിന്നാലെ അവിടെ മിന്നിത്തിളങ്ങുകയാണ്. നോക്കുമ്പോൾ ആ ഒരു അസ്ഥിക്കൂടം ഇപ്പോൾ ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. അത് മറ്റാരുമല്ലായിരിക്കും, കഥയിലെ നായകനാണ്. നാളെ ഹീറോയുടെ ഗുരുനാഥനായ പ്രൊഫസർ സോങ്ങിൻ്റെ മരണദിവസമാണ്. സൂര്യപ്രകാശം ഏറ്റാൽ ഹീറോയുടെ ബോഡി അസ്ഥിക്കൂടമാകും. എന്നാൽ വെയിലത്ത് നടക്കണമെങ്കിൽ ഹിൽസ് ഹൈ മോയ്സ്ചറൈസർ പുരട്ടണം. അത് 3 മണിക്കൂർ മാത്രമേ നിലനിൽക്കൂ. അതുമായിട്ടായിരിക്കും ഹീറോ പോവുക. പിറ്റേന്ന് രാവിലെ മരിച്ചുപോയ പ്രൊഫസർ സോങ്ങിൻ്റെ കല്ലറയിൽ അവൾ പൂവെച്ചിട്ട് പോകുന്നു. ഇവിടെ ഹീറോ വരുമ്പോൾ ആരോ പ്രൊഫസർ സോങ്ങിൻ്റെ കല്ലറയിൽ പൂവെച്ചതായി കാണുന്നു. അന്ന് നല്ല മഴയും പെയ്തിരുന്നു. ഇവളും ടാക്സിയാണെന്ന് കരുതി ഹീറോയുടെ കാറിലാണ് കയറുക. അവളെ കാണുമ്പോൾ ഹീറോയ്ക്ക് ആളെ പിടികിട്ടുകയാണ്. ഇന്നലെ തള്ളിമറിച്ചിട്ട് ഇവളായിരുന്നെന്നും അസ്ഥികൂടം ഒട്ടിച്ചതും ഇവളാണെന്നും. എന്നാൽ ഇവൾ ഹീറോയെ കാണുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർ ഇത്രയും ഹാൻഡ്സമോ എന്ന് ചിന്തിച്ച് അവരെ കാണാത്ത ഒരു ഫോട്ടോയും എടുക്കുന്നു. അന്നേരം അവളുടെ ഫോണിലേക്ക് ടാക്സി ക്യാൻസൽ ചെയ്തെന്ന് കാണിക്കുന്ന ഒരു മെസ്സേജ് വരുന്നു. അപ്പോഴാണ് താൻ റോങ് ആയിട്ടുള്ള വണ്ടിയിലാണ് കയറിയത്. സോ ഇവൾ ഹീറോയോട് ക്ഷമിക്കണം, വണ്ടി മാറി കയറി, എന്നെ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി, ഞാൻ വേറെ ടാക്സി പിടിച്ച് പൊക്കോളാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് തന്നെ സൂര്യവെളിച്ചം കൂടുതലായതിനാൽ ഹീറോ വേഗം കാറ് നിർത്തി അവളോട് ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങാനായി പറയുന്നു. ദേഷ്യം വന്നവൾ കാറിൽ ഇറങ്ങിയതും കാണാൻ കൊള്ളാമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മര്യാദ പോലും ഇല്ലാത്തവനാണ് എന്ന് പറയുകയാണ്. ഇവിടെ ഹീറോ ആ ക്രീം കയ്യിലും മുഖത്തും എല്ലായിടത്തും പുരട്ടുകയാണ്. ഹീറോയ്ക്ക് അറിയില്ല എത്ര നാളും ഇങ്ങനെ മനുഷ്യരൂപത്തിൽ നിലനിർത്താൻ കഴിയുമെന്നുള്ളത്. അപ്പോഴാണ് കാറിൽ അവളുടെ ബാഗ് മറന്നു വെച്ചതായിട്ട് കാണുന്നു. ഹീറോ അവളുടെ ബാഗിലെ ID കാർഡിലുണ്ടായ നമ്പറിലേക്ക് വിളിച്ച് ഹീറോ ഉള്ളയെടുത്ത് വരാനായി പറയുകയാണ്. എന്നാൽ സൂര്യവെളിച്ചം ഹീറോയുടെ മേൽ തട്ടിയതും ഹീറോ അസ്ഥികൂടമായി. ഇവളും ഇവനെ നോക്കി വരുമ്പോൾ അവിടെയെങ്ങും ആരെ കാണുന്നില്ല. അവളെ പറ്റിക്കുകയായിരിക്കും എന്ന് കരുതി പോകുമ്പോൾ റോഡരികിൽ അവളുടെ ബാഗും തൊട്ടടുത്ത് അവളുടെ ലാബിലുണ്ടായ അസ്ഥികൂടം. ഇത് എങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സ്റ്റോറിൽ നിന്ന് ഒരു ലേഡി വിളിച്ച് ഇവിടെ ഉണ്ടായ അസ്ഥികൂടം എവിടെയെന്ന് ചോദിച്ച് അത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നാളെ തീർച്ചയായിട്ടും കടയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോഴാണ് രാത്രിയായതും ഹീറോ മനുഷ്യ ശരീരത്തിലേക്ക് ആയി മാറുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോഴാണ് അവളുടെ വീടാണെന്ന്. അപ്പോൾ അവിടെ അവൾക്ക് പഠിക്കാനുള്ള സിലബസും കാണുന്നു. ആരോ വരുന്നുണ്ടെന്നും മനസ്സിലാക്കി ഹീറോ നേരെ പോയി സോഫയിൽ കിടക്കുന്നു. ഇവളും കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞെട്ടുകയാണ്. എന്തെന്നുവെച്ചാൽ ഇപ്പോൾ ഹീറോ അസ്ഥികൂടമായി മാറി. ഇത് എങ്ങനെ ഇവിടെ വന്നു? താഴെ നോക്കുമ്പോൾ പഠിക്കാനുള്ള സിലബസ് നോട്ടുകളെല്ലാം അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്നു. അത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും ശേഷം അവൾ അവൻ്റെ അസ്ഥികൂടങ്ങളെല്ലാം സെറ്റാക്കി കിടക്കുകയാണ്. അവൾ പോയതിന് പിന്നാലെ മനുഷ്യക്കോലത്തിലേക്ക് മാറി വരുമ്പോൾ അവൻ്റെ കാലൊക്കെ ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഹീറോ അവൾക്ക് പഠിക്കാനുള്ള ആ പേപ്പേഴ്സൊക്കെ നോക്കുകയാണ്. അവൻ പറ്റുന്ന ക്രീമിനെ കുറിച്ചുള്ള പേപ്പേഴ്സും കാണുന്നു. അവളുടെ നോട്ട്സ് എല്ലാം കാണുമ്പോൾ ക്രീമിനെ കുറിച്ച് കാണുകയും ഇവൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവുകയാണ്. പിറ്റേന്ന് രാവിലെ അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിരുന്ന ആ അസ്ഥികൂടത്തെ കാണുന്നില്ല. ഇന്നലെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നതെന്ന് കൺഫ്യൂസ് ആവുകയും പോകേണ്ട ടൈം വന്നപ്പോൾ അവൾ സ്റ്റോറിൽ പോയി നോക്കുമ്പോൾ എന്താടാ സ്റ്റോറിന് മുന്നിൽ ഉണ്ടാകും ആ ഒരു അസ്ഥികൂടം. ഇവൾക്കും വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ സ്റ്റോറിലെ കുട്ടികൾ സ്കൂളിൽ പുതിയ പ്രൊഫസർ പഠിപ്പിക്കാനായി വരുന്നുണ്ട്. രാത്രിയിൽ മാത്രമാണ് ക്ലാസ് ഉള്ളത്. ആളെ കാണാൻ വളരെ സുന്ദരനാണെന്ന് കേൾക്കുമ്പോൾ ഇവളും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ആ പ്രൊഫസർ മറ്റാരുമല്ലായിരിക്കും, ഹീറോയാണ്. ഹീറോയെ കണ്ടതും ഇവൾക്ക് ആളെ മനസ്സിലാവുകയാണ്. ഇവനാണോ പ്രൊഫസർ? ഇത്രയും സുന്ദരനായ പ്രൊഫസർ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഹീറോ അവളെയും കൂട്ടി ലാബിലേക്ക് വരാനായി പറഞ്ഞു. എന്നാൽ എല്ലാ പെൺകുട്ടികൾക്കും അതൊരു ഷോക്കാണ് ഉണ്ടാക്കിയത്.
ശേഷം അവളെ ലാബിലേക്ക് കൊണ്ടുവന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹൈ മോയ്സ്ചറൈസർ ഡ്യുവൽ ടോപ്പിക് കാര്യത്തിൽ ഇൻട്രസ്റ്റ് തോന്നി. ആ പരീക്ഷണത്തിനായി ഇവിടെയുള്ള സാധനങ്ങൾ അവൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതും അവൾക്കും ഹാപ്പി ആവുകയാണ്. താൻ എന്തൊരു ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുന്നു. ഹീറോ അവളെ എന്തിനാണ് കൊണ്ടുപോയത് എന്നറിയാൻ അവളുടെ ക്ലാസ്സിലെ ഒരുത്തി വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഹീറോ വേഗം ഒരു അസ്ഥിക്കൂടമായി മാറി. ഇവളും വന്ന് നോക്കുമ്പോൾ ഈ അസ്ഥിക്കൂടം വെച്ച് ഇവൾ എന്താണ് ചെയ്യുന്നത്? ഇവൾക്കൊരു പണി കൊടുക്കാനായിട്ട് അവൾ വാതിലിൽ മാപ്പ് വെച്ച് ലോക്കാക്കി അവിടുന്ന് പോകുന്നു. ഇവിടെ ഇവൾ ഹീറോയെ വിളിക്കുന്നതും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അസ്ഥിക്കൂടമായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ആദ്യ കാഴ്ചയിൽ പേടിച്ചെങ്കിലും ഇതെങ്ങനെ ഇവിടെ വന്നു? പേടിച്ചവൾ അവിടെ നിന്ന് പോകാനായി ശ്രമിച്ചു. എന്നാൽ ഡോറ് ഓപ്പൺ ആവുന്നില്ല. ആരെങ്കിലും കോള് ചെയ്യാൻ നോക്കുമ്പോൾ സിഗ്നൽ പോലും കിട്ടുന്നില്ല. സോ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ആരെങ്കിലും വാതിൽ തുറക്കുന്നത് വരെ അവൾ അവിടെ തന്നെ കിടക്കാനായി തീരുമാനിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും മനുഷ്യക്കോലത്തിലേക്ക് ഹീറോ മാറുകയാണ്. ഉറക്കത്തിൽ അവൾ വഴുതി വീഴാതിരിക്കാൻ ഹീറോ അവളെ താങ്ങി നിർത്തുന്നു. പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുമ്പോൾ ഉറക്കപ്പീച്ചയിൽ സ്വപ്നത്തിൽ നിങ്ങൾ ശല്യക്കാരനാണല്ലോ, എത്ര സുന്ദരനാണ് എന്ന് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ചിരിയാണ് വരുന്നത്. രാവിലെ ആയതും സൂര്യവെളിച്ചം കൊണ്ട് ഹീറോ അസ്ഥിക്കൂടമായി മാറി. അപ്പോൾ ലാബിലെ വാതിൽ ഒരാൾ തുറക്കുമ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ തൊട്ടടുത്ത് ആ അസ്ഥിക്കൂടമുണ്ട്. ഇത് എങ്ങനെ ഇവിടെ? ഈ അസ്ഥിക്കൂടവുമായി എനിക്ക് വല്ല കണക്ഷൻ ഉണ്ടാകുമോ എന്ന ചിന്തയിലായിരിക്കും അവൾക്ക്. ശേഷം സ്റ്റോറിൽ ഡോക്ടർ ഗു അവിടെ ഉണ്ടായ അസ്ഥിക്കൂടം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ അത് ലാബിൽ കണ്ടതായി പറഞ്ഞ് ഫോട്ടോയും കാണിക്കുന്നു. ആരോ സ്കൂളിൽ കൊണ്ടുപോയതാണ്. അപ്പോഴേക്കും ഹർഷ അതുമായി വരികയാണ്. അത് കണ്ട സ്റ്റോർ മാനേജർ ഇതുമായി നീ എങ്ങോട്ടാണ് കൊണ്ടേ നടക്കുന്നത് എന്ന് ചീത്ത പറയുമ്പോൾ സാരമില്ല, ഈ അസ്ഥിക്കുടം പഴകിയതായി, ഇത് ഇവിടെ വെക്കേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ ഗു പോവുകയാണ്. രാത്രിയായതും ഇവൾ വീട്ടിലേക്ക് പോകുമ്പോൾ വേസ്റ്റ് ബിന്നിൽ ആ അസ്ഥിക്കുടത്തെ കാണുന്നു. ഇവൾ അതിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ കുപ്പയിലിട്ടാർണം ഹീറോയുടെ അരക്കെട്ട് അടർന്നു പോയി. വീട്ടിൽ കൊണ്ടുവച്ച് അവൾ കുളിക്കുന്നതോടൊപ്പം തന്നെ അസ്ഥികൂടത്തെയും കൊണ്ടുപോവുകയാണ്. കുളിക്കുന്നിടയിൽ അവൻ്റെ മേലെല്ലാം തുടച്ചു കൊടുക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് അവൾ തൊടുമ്പോഴൊക്കെ എന്തോ പോലെ ആവുകയാണ്. ശേഷം അവൾ ഉറങ്ങാനായി പോയതും ഹീറോ പഴയതുപോലെ ആകുന്നു. അപ്പോൾ അവിടെ അവൻ പറ്റുന്ന ക്രീം അത് കണ്ട് എടുത്ത് തേക്കാനായി പോയതും ഇവൾ പെട്ടെന്ന് ഹീറോയെ കണ്ട് ഷോക്കായി. അന്ന് ലാബിൽ കണ്ടത് റിയലാണ്, അപ്പോൾ ഇതും റിയലാണെന്ന് പറഞ്ഞ് അവനെ അടിക്കാനായി വടിയെടുത്ത് ഓടി. പെട്ടെന്ന് അവളുടെ കാല് സ്ലിപ്പായിട്ട് രണ്ടുപേരും സോഫയിൽ വീഴുകയാണ്. അവളുടെ തല മുട്ടാതിരിക്കാനായിട്ട് ഹീറോയുടെ കൈവച്ചതിനാൽ ചെറിയ മുറിവും പറ്റുന്നു. ഇന്നലെ രാത്രി ലാബിൽ നിന്ന് എവിടെ പോയെന്ന് അവൾ ചോദിക്കുന്നു. പെട്ടെന്നുള്ള എമർജൻസി കാരണമാണ് പോയത്. ഇനി ഹീറോയ്ക്ക് സ്റ്റോർ പോകേണ്ട കാര്യമില്ലല്ലോ. സോ ഹീറോയുടെ വീട് ശരിയല്ല, താമസിക്കാൻ ഇതുവരെ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. വിരോധമില്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആഡംബര കാറുള്ള നിങ്ങൾക്ക് എന്തായാലും ക്യാഷ് ഉള്ളതല്ലേ, അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കഴിഞ്ഞാൽ പോരെ എന്നവൾ പറയുമ്പോൾ ഹീറോ അവൾക്ക് 1,00,000 യുവാൻ കൊടുക്കുന്നു. അതും വാടകയ്ക്ക് താമസിക്കാനായിട്ട്. അവൾക്കും അത്രയും രൂപ കിട്ടിയതിൽ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അപ്പോഴാണ് ആ അസ്ഥികൂടം എവിടെയെന്ന് അവൾ ഓർക്കുന്നത്. ഹീറോയോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ലെന്നാണ് മറുപടി പറയുക. ഇതെന്താ, എനിക്കിനി വല്ല വട്ടായോന്നോ അവൾ ചിന്തിക്കുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകാനായി ലേറ്റായി നിൽക്കുമ്പോൾ ഹീറോ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ആ ലേഡി കാണുകയും അവളുടെ ഒരു ഫോട്ടോയും എടുക്കുന്നു. സ്കൂളിലെത്തുമ്പോൾ അവളുടെ ടീച്ചർ അവൾ പഠിക്കാനെടുത്ത സബ്ജക്റ്റ് ഭയങ്കര പാടാണ്, നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ആ ലേഡി വന്ന് ലാബിൽ ബുദ്ധിമുട്ടുന്നത് പോലെയല്ല, നിനക്ക് നല്ല ജോലിയും കിട്ടിയില്ല, സാർ പറയുന്നത് കേൾക്കാനായി പറയുമ്പോൾ അവൾ ആ സബ്ജക്റ്റ് മാറ്റിയില്ലെന്ന് പറഞ്ഞ് ഹീറോ എത്തുന്നു. ഇവൾ എൻ്റെ സ്റ്റുഡൻ്റാണ്, അവൾക്ക് വേണ്ട എല്ലാ സഹായം ഞാൻ ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ടീച്ചർ ഇവൾ എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞു പോകുന്നു. അവൾക്കും അത് കേൾക്കുമ്പോൾ ഹാപ്പി ആവുകയാണ്. ഇങ്ങേരെന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവളുടെ മനസ്സിൽ പറയുകയാണ്. ശേഷം അവൾ ലാബിലിരുന്ന് പഠിക്കുമ്പോൾ ഹീറോയുടെ പ്രസൻസ് അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുകയാണ്. അങ്ങനെ ഇവിടെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ അവൾ വയ്യാതെ ഉറങ്ങുന്നു. എന്നാൽ ഹീറോ ഇപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെയായിരിക്കും. രാവിലെ ആകുമ്പോൾ വെയിലടിച്ചിട്ടും അവന് യാതൊരുവിധ മാറ്റവുമില്ല. അങ്ങനെ ഹീറോ അവളെ കൂട്ടി അവൻ്റെ വീട്ടിൽ പോകുന്നു. ഹീറോയുടെ വീട് കണ്ടതും അവൾ ഷോക്കായി.
ഇതിനുള്ളിൽ ഒരു കാറ് തന്നെ ഓടിക്കാമല്ലോ. ഇത്രയും വലിയ വീട്ടിലെ അടുക്കള ഉപയോഗിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞ് അവളായിരിക്കും ഫുഡുണ്ടാക്കി ഹീറോയ്ക്ക് കഴിക്കാൻ കൊടുക്കുക. അസ്ഥിക്കുടമായി ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതും വളരെ കാലം കൊണ്ട് കഴിച്ച അനുഭൂതിയാണ് ഹീറോയ്ക്ക് തോന്നുന്നത്. ശേഷം അവൾ അവളുടെ ഒറ്റ സുഹൃത്തിനോട് അവൾക്ക് ഹീറോയെ ഇഷ്ടമുള്ള കാര്യം തുറന്നു പറയുന്നു. ഹീറോ അവിടെ മറിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായി. പക്ഷേ ഇവൻ ആരാണെന്നറിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നാണ് അവൻ്റെ മനസ്സിൽ. കാരണം ഹീറോ ഒരു മനുഷ്യനല്ലല്ലോ. അന്നേരം സ്കൂൾ ഗ്രൂപ്പിൽ ആ ലേഡി അവളെയും കുറിച്ചും ഹീറോയെക്കുറിച്ചും മോശമായിട്ട് എന്തോന്ന് എഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കാണുമ്പോൾ ഇവൾക്കും ഒരുപാട് സങ്കടമാവുകയാണ്. സ്കൂളിലെത്തുമ്പോൾ മോശമായ രീതിയിലായിരിക്കും അവളെക്കുറിച്ച് മറ്റ് സ്റ്റുഡൻസ് സംസാരിക്കുക. ആ ന്യൂസ് അറിഞ്ഞ ഹീറോ വന്ന് ഗ്രൂപ്പിൽ പരാമർശിക്കുന്ന കാര്യം നിങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അതെൻ്റെ കാമുകിക്ക് തന്നെ വേദന ഉണ്ടാക്കുന്നതാണ്. ഇനി എൻ്റെ കാമുകി ആരാണെന്ന് തേടേണ്ട കാര്യമില്ല. ഹർഷയാണ് എൻ്റെ കാമുകി. ഞങ്ങൾക്കിടയിൽ തെറ്റായ ഇടപെടലുകളൊന്നുമില്ല. വീണ്ടും ഇതേപോലുള്ള വാർത്തകൾ പരത്തിയാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതും അത് കേൾക്കുന്ന അവൾക്കും ഒരുപാട് ഹാപ്പി ആവുകയാണ്. കാരണം അവളായിട്ട് ഇഷ്ടം ഹീറോയോട് തുറന്നു പറയാനായി ഇരുന്നതാണ്. ഇപ്പോൾ ഹീറോ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി. ശേഷം ലാബിൽ കയറുമ്പോൾ അവൾ ഹീറോയോട് നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എനിക്ക് റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയാൽ മതി എന്ന് പറയുന്നു. എന്നാൽ ഹീറോ ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന് കരുതിയപ്പോൾ അവൻ്റെ രഹസ്യം ഒരു ദിവസം അവൾ കണ്ടുപിടിക്കേണ്ടായി. സൂര്യ വെളിച്ചം വരുന്നതിന് മുന്നേ ഹീറോ ആ ക്രീം പുരട്ടാനായി നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടാകില്ല. രാവിലെ ആയതും ഹീറോ അസ്ഥിക്കുടമായി മാറി. ഇവളും അവനെ അന്വേഷിച്ചു വരുമ്പോൾ അസ്ഥിക്കുടത്തെയാണ് കാണുന്നത്. എന്നിരുന്നാലും അതത്ര വലിയ മൈൻഡ് പോലും അവളാക്കില്ല. എന്നാലും ഇടയ്ക്ക് ഇത് എങ്ങനെ ഇവിടെ വരുന്നു എന്നുള്ള ഡൗട്ടും വരികയാണ്. രാത്രിയായതും മനുഷ്യരൂപത്തിലേക്ക് മാറിയ ഹീറോ നടന്നു പോകുമ്പോൾ താഴെ ഒരു കുപ്പി തട്ടി വീഴുന്നു. അത് വെച്ചത് മറ്റാരുമല്ലായിരിക്കും, ഹർഷയാണ്. അതിൻ്റെ സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോൾ അപ്പോൾ ഹീറോ തന്നെയാണ് ആ അസ്ഥികൂടം എന്നുള്ളത് അവൾക്ക് മനസ്സിലായതിനാൽ ഹീറോയ്ക്ക് എന്തോ അസ്വസ്ഥ തോന്നുകയും അവിടുന്ന് പോകുന്നു. ഇവളും നേരെ ഹീറോയെ അന്വേഷിച്ചിറങ്ങുകയാണ്. എന്നാൽ എവിടെയും എങ്ങും അവനെ കണ്ടെത്താനായി കഴിഞ്ഞില്ല. സത്യത്തിൽ ഹീറോ അസ്ഥികൂടമായിരുന്നു. അവളെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർ സാങ്ങാണ് ഹീറോയെ മനുഷ്യരൂപത്തിലേക്ക് മാറ്റിയത്. ഹീറോ മനുഷ്യരൂപത്തിലായാൽ വെയിലത്ത് പോലും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ സാങ് അന്നേരം ഒരു പരീക്ഷണം ചെയ്ത് ഒരു ക്രീം ഉണ്ടാക്കി. അത് പുരട്ടിയാൽ 3 മണിക്കൂർ വെള്ളവും വെയിലും കൊള്ളാം. എന്നാൽ പോകെ പോകെ ഹീറോയ്ക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ മാറണം എന്നൊരു ആഗ്രഹം വന്നിരുന്നു. ഇതെല്ലാം ചിന്തിച്ച് ഹീറോ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയായിരിക്കും. അവിടേക്ക് ഹർഷ വന്ന് നീ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നെ ആകർഷിച്ചത് അത് തന്നെ. നീ മനുഷ്യനോ അസ്ഥിക്കുടമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഹീറോ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ലോ എന്ന് പറയുമ്പോൾ വേഗം അവൾ അവനെ കിസ് ചെയ്യുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ലോകത്ത് ജീവിക്കാനായി തുടങ്ങി. ഹീറോയ്ക്ക് എപ്പോഴും വെയിലത്തും തണുപ്പത്തും നിലനിർത്താൻ വേണ്ടി ക്രീം ഉൽപ്പാദിക്കാനായി അവൾ രാത്രിയും പകലും കഷ്ടപ്പെട്ട് അവസാനം അവൾ അവനു വേണ്ടി 12 മണിക്കൂർ മനുഷ്യരൂപത്തിലേക്ക് മാറാനുള്ള ക്രീം കണ്ടുപിടിക്കുകയാണ്. അത് കേൾക്കുന്ന അവനും ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അവള് ഉണ്ടാക്കിയ ക്രീം ഡോക്ടർ ഗുവിനെ കാണിക്കുന്നു. ഡോക്ടർ ഗു തന്നെ ഞെട്ട്. ഇവിടെ ആ ലേഡി ഹർഷ എന്താണ് ലാബിൽ ചെയ്യുന്നതെന്ന് കണ്ടെത്താനായിട്ട് കയറുന്നു. അവിടെയെല്ലാം ക്രീമും റിപ്പോർട്ട്സ് എല്ലാം നോക്കുമ്പോൾ ആരോ വരുന്നതായി കണ്ടതിനാൽ ഒളിഞ്ഞു നിൽക്കുന്നു. ഹീറോ ആയിരിക്കും വരിക. ഹീറോ വന്നത് പ്രൊഫസർ സോങ്ങിനോട് ഹീറോയുടെ സ്വപ്നം സത്യമാവുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ്. അധികം വൈകാതെ മനുഷ്യരൂപത്തിലേക്ക് മാറാം എന്ന് ഹീറോ സംസാരിച്ചതെല്ലാം ആ ലേഡി വീഡിയോ റെക്കോർഡ് എടുക്കുകയാണ്. ആ വീഡിയോ അവൾ നേരെ ഹർഷയ്ക്കായിരിക്കും കാണിക്കുക. അയാളുടെ പ്രൊജക്റ്റ് നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാനാണ് നിന്നെ കൂടെ കൂട്ടിയത്. എന്നാൽ അവൾക്ക് സത്യാവസ്ഥ മുഴുവൻ അറിയാത്തതിനാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവിടെ ഹീറോ അവൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. രാത്രിയായിട്ടും വീട്ടിൽ അവൾ എത്തിയില്ലല്ലോ. എന്തോ പന്തികേട് തോന്നി ഹീറോ നേരെ ലാബിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടാകും. എന്താണ് വീട്ടിൽ വരാത്തെന്ന് ചോദിക്കുമ്പോൾ അവൾ എക്സ്പെരിമെൻ്റ് പേപ്പേഴ്സും ഡാറ്റ റിപ്പോർട്ട്സും കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിച്ചില്ലേ, ഇനി എൻ്റെ വീട്ടിൽ വന്ന് പോകരുതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പോവുകയാണ്. എന്നാൽ എന്താണ് പറ്റിയെന്ന് അവനും ഒന്നും മനസ്സിലാകുന്നില്ല. ഹീറോയ്ക്കും ആകെ വിഷമമാവുകയാണ്. പിറ്റേന്ന് ഹീറോ അവളെ കാണാനായി അവളുടെ അപ്പാർട്ട്മെൻറ്റിൽ വരികയാണ്. എന്നെ വിശ്വസിക്കണം, നീയുമായി അടുത്ത പിന്നെ ജീവിക്കാനൊരു കൊതി തോന്നി.
എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഈ റിപ്പോർട്ടും സാമ്പിൾസൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കളയാനായി പോകുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. ഒരു മനുഷ്യനെ പോലെ മാറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഞാനാക്കി മാറ്റിയത് നീയാണ്. ഒരു വ്യക്തിയായി മാറണം എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു നിന്നതും പെട്ടെന്ന് സൂര്യ വെളിച്ചം വന്ന് ഹീറോ അസ്ഥികൂടമായി മാറി. അങ്ങനെ ഹർഷയ്ക്ക് അവളുടെ കഠിന ഫലം കൊണ്ട് മികച്ച മോയ്സ്ചറൈസ് ക്രീം ഹെഡ് ക്വാർട്ടേഴ്സിൽ അയച്ചിട്ടുണ്ട്. അവരിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയതെന്ന്. സോ RD വകുപ്പിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർ ഗു അവളെ പ്രശംസിച്ച് പറയുന്നു. ആ ലേഡിക്ക് അത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ ഗു ആ ലേഡിയെ പിരിച്ചുവിടുകയാണ്. കാരണം ഹർഷയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് ശേഷം ഹർഷയും ഹീറോയും മരിച്ചുപോയ പ്രൊഫസർ സോങ്ങിൻ്റെ കല്ലറയിൽ വരികയും കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. ഹീറോ ഒരു സാധാരണ വ്യക്തിയായി മാറുന്നതുവരെ ഹർഷയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും പോകുന്നത് ആ ലേഡി കാണുകയും ഹർഷയോടുള്ള ദേഷ്യ കാരണം അവൾക്കെതിരെ നേരെ കാറിടിച്ച് വരികയാണ്. അത് കണ്ട ഹർഷ ഹീറോയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് ഹീറോയെ തള്ളിയിടുന്നു. നോക്കുമ്പോൾ അവളുടെ ബോധം പോയി നെറ്റിയിലാണെങ്കിൽ പരിക്കും പറ്റിയിരിക്കുന്നു. വേഗം ഹീറോ അവളെ തൂക്കി ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ സൂര്യൻ വെളിച്ചം വരുമ്പോൾ ക്രീം പറ്റാത്തോണ്ട് തന്നെ ഹീറോ പയ്യെ അസ്ഥികൂടമായി മാറി. സൂര്യ വെളിച്ചം പറ്റിക്കഴിഞ്ഞാൽ അസ്ഥികൂടമായി മാറും. എന്നാൽ ഇപ്പോൾ അവന് പ്രധാനം ഹർഷയുടെ ജീവനാണ്. സോ അവൻ എത്രയും വേഗം പാഞ്ഞ് ഹർഷയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഹീറോ മുഴുവനായി അസ്ഥികൂടമായി മാറി. ശേഷം അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹീറോയെ അന്വേഷിക്കുകയാണ്. നിങ്ങളെ കൃത്യസമയത്ത് എത്തിച്ചത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് അസ്ഥികൂടമായി ഹീറോയെ കാണിക്കുകയാണ് ആ ഡോക്ടർ. അത് കണ്ടതും അവൾക്ക് ഒരുപാട് സങ്കടമാവുകയും എനിക്ക് നിന്നെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അസ്ഥികൂടം ഓരോ പാഴ്സലായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂര്യപ്രകാശം ഏൽപ്പിക്കാത്ത വിധത്തിലും ക്രീമും പുരട്ടി മനുഷ്യരൂപത്തിലേക്ക് മാറാനായി അവളും കാത്തു. ദിവസങ്ങൾ പോകെ അവൾക്ക് വിശ്വാസമുണ്ടായി ഹീറോ എന്തായാലും തിരിച്ചു വരുമെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹീറോയുടെ ഓർമ്മയിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരുത്തനുമായി കൂട്ടിമുട്ടുന്നു. നോക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ഹീറോ നിൽക്കുന്നു. അവൾ നൽകിയ കോളർ കാണുമ്പോഴാണ് അസ്ഥികൂടമായിരുന്ന ഹീറോ ഇപ്പോൾ മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചെന്ന്. അവനെ കണ്ടതും അവൾ പൊട്ടിക്കരയുകയും ഹീറോ അവളെ കിസ് ചെയ്യുകയാണ്. ഈ ഹാപ്പി എൻഡിൽ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.